കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താവിന്റെ സാന്നിധ്യം തേടി യാത്രയാവുന്ന ഭക്തൻ പ്രകൃതി ഒരുക്കിയ ദൃശ്യവിരുന്ന് അനിർവചനീയമെന്ന് തന്നെ പറയാം. സഹ്യപർവ്വത സാനുക്കളിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളാണ് ഇവിടെയുള്ളത്. കുളത്തൂപ്പുഴ ശാസ്താ സന്നിധിയിലേക്കുള്ള യാത്രാമധ്യേ നമ്മെ വരവേൽക്കുന്ന ഈ പ്രദേശമാണ് തെന്മല. മലകളുടെ മൂർധാവിൽ തഴുകി നിൽക്കുന്ന ആകാശവും ആകാശനീലിമ പ്രതിഫലിക്കുന്ന തടാകവും ഭക്തന്റെ മനസ്സിനെ തെളിനീരുറവ പോലെ ശുദ്ധമാക്കുന്നു. പ്രകൃതിയുടെ ഈ അനുഗ്രഹവർഷം കടന്ന് നാം കുളത്തൂപ്പുഴ ധർമ്മശാസ്താവിൻ്റെ തിരുനടയിലേക്ക് യാത്രയാവുകയാണ്. കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിലാണ് കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം. ഒഴിഞ്ഞും തെളിഞ്ഞും ഒഴുകിക്കൊണ്ടിരിക്കുന്ന കല്ലടയാറിന്റെ തീരത്താണ് ശാസ്താക്ഷേത്രം ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത്. മണ്ഡലകൃതകാലത്ത് കുളത്തൂപ്പുഴ ഗ്രാമം ശരണം വിളികളാൽ മുഖരിതമാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനത്തിന് മുമ്പായി കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ദർശന സൗഭാഗ്യം സാക്ഷാത്കരിക്കുക പതിവാണ്. ഈ 3 ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ദർശനം നടത്താൻ സാധിക്കുക എന്നത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടമായ ഒരു അനുഭവമാണ്. കുളത്തൂപ്പുഴയിൽ ഉഷപൂജയും ആര്യങ്കാവിൽ ഉച്ചപൂജയും അച്ചൻകോവിലിൽ ദീപാരാധനയും ഒരേ ദിവസം കണ്ടു തൊഴുതാൽ കോടി പുണ്യം ഫലമെന്നാണ് വിശ്വാസം. കുളത്തൂപ്പുഴ ഗ്രാമത്തിന്റെ ഐശ്വര്യവും മാഹാത്മ്യവുമായി നിലകൊള്ളുകയാണ് കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം. ഏതാണ്ട് തമിഴ് ശില്പശൈലിയിൽ നിലകൊള്ളുന്ന ആര്യങ്കാവ്, അച്ചൻകോവിൽ ശാസ്താ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് തികച്ചും കേരളീയ വാസ്തുശൈലിയിലാണ് കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം കാണപ്പെടുന്നത്. പുരാതനവും ഏറെ മാഹാത്മ്യവുമുള്ള ഈ ക്ഷേത്ര സമുച്ചയം അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ നിരുപമമായ ഭക്തിയുടെ ലാളിത്യം പകർന്നു നൽകുന്നു. ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 5 ശാസ്താ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതും ബാലസ്വരൂപത്തിൽ ദേവഭാവമുള്ളതുമായ ക്ഷേത്രമെന്ന നിലയിലാണ് കുളത്തൂപ്പുഴയുടെ പ്രാധാന്യം. ഒരു കാലത്ത് സർവ്വ ഐശ്വര്യങ്ങളുടെയും വിളനിലമായിരുന്നത്രേ കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രം. സമ്പൽ സമൃദ്ധിയും ദേവചൈതന്യവും കളിയാടുകയാണ്. കാലാന്തരത്തിൽ ചൈതന്യലോകം വന്ന് നാശത്തെ നേരിട്ട് ക്ഷയിച്ചു പോവുകയാണ് ഉണ്ടായതെന്ന് പഴമക്കാർ പറയുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന 108 ശാസ്താ ക്ഷേത്രങ്ങളിൽ പ്രമുഖമായിരുന്നു പിന്നീട് ഇവിടത്തെ ചൈതന്യം കണ്ടെത്തിയത് കോക്കളത്തെ മഠത്തിലെ തന്ത്രിയാണെന്നാണ് ഐതിഹ്യം. തിരുവനന്തപുരം ചെങ്കോട്ട യാത്രാമധ്യേയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെന്മല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും
10 കിലോമീറ്റർ സഞ്ചരിച്ചാലും കുളത്തൂപ്പുഴ ശാസ്ത്ര സന്നിധിയിൽ എത്തിച്ചേരാം. മലയിൽ പോയി പാട്ടുകൾ പാടി കേട്ടതുള്ള ഞാൻ സോദര സത്യസമത്വം വരുവാൻ അഭയം നൽകണം. ശരണം തവ തിരു ശരണം, ശരണം ശരണം തവ തിരു ശരണം. ആനകരിമ്പുലി ഇഴചീരികളും ആർത്തു നടക്കുമ്പോൾ കാനനവാസ കാത്തരുളേനെ കലികാലപ്പൊരുളേ പാരികൾ പെയ്യും നഗരത്തിൽ ഞാൻ മാമലയിൽ പോകും. മകരവിളക്കു കണ്ടു മടങ്ങും മനസ്സു തെളിഞ്ഞിടുമ്പോൾ ആനകരിമ്പുലി ഇഴചീരികളും ആർത്തു നടക്കുമ്പോൾ. കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രത്തെക്കുറിച്ച് ഇന്ന് വിശ്വസിച്ചു വരുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപത്തിലെ തമ്പുരാൻ പരിവാരങ്ങളോടൊത്ത് തീർത്ഥാടനത്തിന് പോകവേ കുളത്തൂപ്പുഴയിൽ എത്തിച്ചേർന്നു. ഏതായാലും ഇനി വിശ്രമിച്ചതിനു ശേഷം യാത്ര തുടരാൻ നിശ്ചയിച്ച തീർത്ഥാടന സംഘം ഇവിടെ കണ്ട മണൽത്തിട്ടയിൽ ഇറങ്ങി വിശ്രമിക്കാൻ ആരംഭിച്ചു. ഈ സമയം രാജാവിനെ അനുഗമിച്ചിരുന്ന വെട്ടിക്കവല കോട്ടത്തല കുറുപ്പന്മാർ കല്ലുകൾ കൂട്ടിവെച്ച് ഭക്ഷണം പാകം ചെയ്യാൻ തയ്യാറെടുത്തു. അപ്പോൾ കുറുപ്പന്മാർ കൂട്ടിവെച്ച കല്ലുകളിൽ ഒന്നിന് എങ്ങനെ വെച്ചാലും പൊക്കം കൂടുതലായി കണ്ടു. കുറുപ്പന്മാർ ഈ കല്ല് ഇടിച്ചു പൊട്ടിച്ചു. ഇടിച്ചു പൊട്ടിച്ച കല്ലിൽ നിന്നും പെട്ടെന്ന് രക്തപ്രവാഹമുണ്ടായി. രക്തം ചീന്തിയ കല്ലിൽ ദേവചൈതന്യം കണ്ട തന്ത്രി പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം. ഇതോടുകൂടി വെട്ടിക്കവല കുറുപ്പന്മാർ തലയിടിച്ച കുറുപ്പന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ തന്ത്രം കോക്കളത്ത് മഠത്തിനാണ്. കൊട്ടാരക്കരയ്ക്കടുത്ത് വെട്ടിക്കവലയിലാണ് കോക്കളത്ത് മഠം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ നിവേദ്യത്തിനുള്ള അരി അളന്നെടുക്കുന്ന ചടങ്ങ് നിർവഹിക്കുന്നത് കുറുപ്പന്മാരാണ്. ഇത് വളരെ കേമമായാണ് നടത്തപ്പെടുന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഓരോ വർഷത്തേക്കും വേണ്ട അരി കുറുപ്പന്മാർ അളക്കുന്നു. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ പണ്ട് വീരമണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മണിയുണ്ടായിരുന്നു. ഇത് മുഴക്കുമ്പോൾ ഓംകാരം പുറപ്പെടുവിക്കുമായിരുന്നു. നാക്കില്ലാ മണി എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിരുന്നു. കാലാന്തരത്തിൽ ഇത് നശിച്ചു പോവുകയായിരുന്നു. മേടമാസം 1-ാം തീയതി വിഷുക്കണിയാണ് കുളത്തൂപ്പുഴയിലെ പ്രധാന ഉത്സവം. ബാലശാസ്താവിനെ കണി കണ്ട് തൊഴുക എന്നത് ഏറെ വിശേഷമായാണ് വിശ്വസിച്ചു വരുന്നത്. വിഷുവിന് തലേ ദിവസം ആരംഭിക്കുന്ന ഉത്സവം 7 ദിവസം നീണ്ടു നിൽക്കും. കിഴക്ക് ദർശനമായാണ് ഇവിടെ ബാലശാസ്താവ് കുടികൊള്ളുന്നത്. ഭൂനിരപ്പിൽ നിന്നും താഴെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശാസ്താവിൻ്റെ സ്ഥാനം താഴ്ന്ന നിരപ്പിലാണെങ്കിൽ ഉഗ്രമൂർത്തി, ഉയർന്ന പ്രദേശത്താണെങ്കിൽ സൗമ്യമൂർത്തി എന്നും സങ്കല്പമുണ്ട്. കുളത്തൂപ്പുഴ ശാസ്താ സന്നിധി തേടി വരുന്ന ഭക്തർ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയും മീനൂട്ട് നടത്തി വരുന്നു. ഇവിടെയുള്ള മീനുകൾ ശാസ്താവിൻ്റെ കളിക്കൂട്ടുകാർ ആണെന്നാണ് സങ്കല്പം. ഇവിടെ നിന്നും അറിയാതെ മീൻ പിടിച്ച് ദുരിതങ്ങളിൽപ്പെട്ട ഒരാൾ പ്രായച്ചിത്തമായി ശാസ്താവിന് സമർപ്പിച്ച മീൻ രൂപം നമസ്കാര മണ്ഡപത്തിന് മുകളിൽ കാണാവുന്നതാണ്. ബാലസ്വരൂപനായ ശാസ്താവിന് തൻ്റെ തിരുമക്കളായ മീനുകളെ ഉപദ്രവിക്കുന്നത് ഇഷ്ടമല്ലെന്നാണ് വിശ്വാസം.
കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താവിൻ്റെ തിരുസന്നിധിയിൽ വന്നു നിൽക്കുന്ന ഭക്തന് ബാലശാസ്താവ് കനിഞ്ഞരുളുന്ന നിഷ്കളങ്കമായ ഭക്തിയുടെ നിറവും പ്രത്യക്ഷത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയും. സാധാരണയിലും താഴ്ന്ന രീതിയിലാണ് ഇവിടുത്തെ ശ്രീകോവിലിൻ്റെയും നമസ്കാര മണ്ഡപത്തിൻ്റെയും മേൽപ്പുര നിർമ്മാണം. അതുകൊണ്ട് തന്നെ കുനിഞ്ഞ ശിരസോടെ മാത്രമേ ശാസ്താവിൻ്റെ സന്നിധിയിൽ നിന്നും ദർശനഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ. അഹങ്കാരവും ഞാനെന്ന ഭാവവും മാറ്റിവെച്ചതിനു ശേഷമേ ശാസ്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ യോഗ്യതയുള്ളൂ എന്നൊരു തത്വമാണ് ഈ മേൽപ്പുര നിർമ്മാണത്തിന് പിന്നിലുള്ളത്. ഇവിടുത്തെ ഉപദേവന്മാരിൽ ഏറ്റവും പ്രധാനമായത് യക്ഷിയമ്മയാണ്. ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്താണ് യക്ഷിയമ്മയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നേരത്തെ ഉഗ്രസ്വരൂപിണിയായ ദേവി ശ്രീകോവിലിന് അകത്തായിരുന്നു. ഇതിനുശേഷം മൂർത്തിയുടെ ഉഗ്രസ്വരൂപം കുറച്ച് പുറത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നു. യക്ഷിയമ്മയുടെ അനുഗ്രഹം ലഭിച്ച നിരവധി പേർ അമ്മയുടെ അനുഗ്രഹത്തെപ്പറ്റി നമ്രശിരസ്കരാകുന്നു. മനം കൊണ്ട് വിളിച്ചാൽ അമ്മ വെളിപ്പെടുത്തുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. യക്ഷിയമ്മയെ കൂടാതെ നാഗക്കാവും ഇവിടെ പ്രധാനമാണ്. നാഗദൈവങ്ങളുടെ പ്രീതി ലഭിക്കാൻ ഇവിടെ മഞ്ഞൾ വഴിപാട് നടത്താൻ നിരവധി ഭക്തർ എത്തിച്ചേരുന്നു. ക്ഷേത്രത്തിന് തെക്ക് വശത്ത് നാഗക്കാവിനോട് ചേർന്ന് ഭൂതത്താൻ പ്രതിഷ്ഠ കാണാം.